ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എനിക്ക് എങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, എത്ര മാസം കൊണ്ട് എനിക്ക് ഏർണിങ്സ് കിട്ടി, എന്തൊക്കെയാണ് ടാക്സ് വെരിഫിക്കേഷൻ ചെയ്തത്, ചാനൽ മോണിറ്റൈസേഷൻ ആവും നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡെയിലി വീഡിയോസ് ഇട്ടാൽ മതി. എൻ്റെ മിക്ക വീഡിയോസിനകത്തും വന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അപ്പോൾ അവർക്ക് കൊടുക്കും. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് എൻ്റെ സ്റ്റോറിയും എൻ്റെ വീഡിയോസിനും ഒന്നും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാതെ എന്നെ കുറിച്ച് അങ്ങനെ ഒന്നും ചോദിക്കാത്തവർ പോലും എനിക്ക് എത്ര കിട്ടി, എനിക്ക് ലക്ഷങ്ങൾ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്ന് എനിക്ക് മെസ്സേജ് ഇട്ടവരും ഉണ്ട്. ഇൻസ്റ്റയിൽ, വാട്സപ്പിലല്ല, ഇൻസ്റ്റയിൽ എത്ര കിട്ടി എന്നുവെച്ചാൽ മെയിനായിട്ട് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, എനിക്ക് എന്തെങ്കിലും വയ്യായിക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇട്ടിട്ട് പോലും റിപ്ലൈ തരാത്തവര് എനിക്ക് എത്ര കിട്ടിയെന്ന് വന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് പലതും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇന്നത്തെ മറുപടിയും കൊണ്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ തുടങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു സ്വാതി എന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ അശ്വതി എന്നാണ് വിളിക്കുന്നത്, ഞാൻ സ്വാതി എന്നാണ് വിളിക്കുന്നത്. അവളാണ് എന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങടി, നീ തുടങ്ങ്, നീ എന്തായാലും ഇൻസ്റ്റയിൽ റീൽ എടുക്കുന്നില്ലേ, പിള്ളേരെ കൊണ്ട് എടുക്കണില്ലേ, പിന്നെ നിനക്ക് യൂട്യൂബിലൂടെ ആക്റ്റീവ് ആയിക്കൂടെ എന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് സ്വാതിയാണ്. ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങ്, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചാനൽ തുടങ്ങിയ ഒരു വരുമാനം ആവുമല്ലോ. എനിക്കങ്ങനെ, ഞാൻ മെയിനായിട്ട് എനിക്ക് വരുമാനം, ഏണിങ്സ്, യൂട്യൂബിലൊരു വരുമാനം മോഹിച്ച് ചാനൽ തുടങ്ങിയ ഒരാളെ അല്ല. എനിക്ക് യൂട്യൂബിന്റെ ഒരു ബട്ടൺ ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും യൂട്യൂബിനകത്ത് ബട്ടണൊക്കെ വെച്ചിട്ട് സ്റ്റോറി ഇടുമ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴും ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ബട്ടൺ ആയിരുന്നു മെയിൻ എൻ്റെ ഫോക്കസ്. അല്ലാതെ എനിക്ക് ഏണിങ്സ് വേണം, പിന്നെ എന്നെ ഒരു 10 പേര് തിരിച്ചറിയണം യൂട്യൂബിലുള്ള എൻ്റെ, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിനകത്തുള്ള. അല്ലാണ്ട് എനിക്കങ്ങനെ പൈസ വേണം, ഏണിങ്സ് മോഹിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ല. ആ ബട്ടൺ മാത്രമായിരുന്നു എൻ്റെ കണ്ണില്. അപ്പൊ ആദ്യം ഞാൻ യൂട്യൂബിനകത്ത് ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസ് അതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. അല്ലാതെ യൂട്യൂബിനായിട്ട് പ്രത്യേകം വീഡിയോ എടുക്കുക, എഡിറ്റിംഗ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള സമയവും ഇല്ല. അപ്പൊ ഇൻസ്റ്റയിൽ എന്താണ് ഞാൻ ഇടുന്നത്, എന്റെ പഴയ യൂട്യൂബിനകത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ആദ്യം ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ മോളെ ഡാൻസ്, ഇൻസ്റ്റയിൽ അത് അതുപോലെ എടുത്ത് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് 1K വ്യൂസ്, 50, 20, 30 ലൈക്ക്, പിന്നെ ഡാൻസ് ഇടുമ്പോഴത്തേക്കും 1K എന്നുള്ള 2K, പിന്നെ വീണ്ടും 1K, ചിലപ്പോൾ 1K പോലും കാണൂല, 800 വ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വലുതായിട്ട് ഇങ്ങനെ നോക്കാറില്ല. ഇൻസ്റ്റ ആയിരുന്നു മെയിൻ ഫോക്കസ്. ഇൻസ്റ്റയിൽ കയറണം, വേറെ പേജുമായിട്ട് കൊളാബറേഷൻ ചെയ്യണം, എനിക്ക് എത്ര ലൈക്ക് കിട്ടി, അതൊക്കെയായിരുന്നു മെയിൻ. എൻ്റെ ഇൻസ്റ്റയിലായിരുന്നു ഫുള്ള്. പിന്നെ മോൾക്ക് സൈക്കിൾ മേടിച്ച് ചെയ്തിട്ടപ്പോഴത്തേക്കും കുറച്ച് കയറി, ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അത് 20K ഒക്കെ ആയി, അത്യാവശ്യം 900 ലൈക്കൊക്കെ ആയി. അപ്പൊ എനിക്ക് വീണ്ടും ഇടാനുള്ള ടെൻഡൻസി കൂടി. ആ സൈക്കിൾ മേടിച്ച് ഇട്ടപ്പോഴത്തേക്കും കയറി. അതായത് ഡാൻസിന്റെ അങ്ങനെ കയറിയില്ലെങ്കിലും സൈക്കിൾ മേടിച്ച് ഇട്ടപ്പോഴത്തേക്കും കയറി. പിന്നെ അതിനുശേഷം എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ടെൻഡൻസി ആയി. വീഡിയോ ഇടണം, എത്രയാവും, നാളെ ഇടണം, മറ്റന്നാൾ ഇടണം, നാളെ ഇടാനുള്ള ഇന്ന് പ്ലാൻ ചെയ്യണം. പിള്ളേർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്ന് പ്ലാൻ ചെയ്യും, എന്ത് വീഡിയോ എടുക്കാം, എങ്ങനെ എടുക്കാം, അങ്ങനെയാണ്. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നെയാണ് എൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഞാൻ മിക്ക ഡ്രസ്സും ചെയ്തേക്കണം. അപ്പം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ മെറ്റീരിയൽ എടുത്ത് അത് കട്ട് ചെയ്യുന്നത്, പിന്നെ അത് ഡിസൈൻ ചെയ്തതൊക്കെ, ചിലതൊക്കെ എനിക്ക് ഡിസൈനിങ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഉള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ശേഷമുള്ളത് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു പഴയ തുണിയിനകത്ത് നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആയപ്പോഴത്തേക്കും 1K, 10K ആയി, 20K ആയി, 50K ആയി. അപ്പൊ കയറി തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിനോട് ഭയങ്കര ഒരു ആക്രാന്തമായി. ഡെയിലി വീഡിയോ ഇടണം. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം ഞാൻ നോക്കിയത് യൂട്യൂബിനകത്ത് തന്നെയാണ്. യൂട്യൂബിനകത്ത് തന്നെ ഞാൻ ഓരോന്ന് അങ്ങനെ അടിച്ചു നോക്കും, ചാനൽ എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന എങ്ങനെയാണ്, ഏതാണെന്നൊന്നും എനിക്ക് അവരുടെ വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്റെ 1-2 ഫ്രണ്ട്സ് ഇൻസ്റ്റയിലുള്ള അവരുടെ തന്നെ ഞാൻ ചോദിച്ചു. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന 4000 വാച്ച് അവറും 10 മില്യൺ ഷോർട്സ് വ്യൂവും വേണം, എന്നാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആയി നമുക്ക് യൂട്യൂബിനകത്ത് തന്നെ നമുക്ക് YT സ്റ്റുഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തിടാം. YT സ്റ്റുഡിയോയിലാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. അപ്പൊ YTയിൽ നമുക്ക് അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കും ഇത്ര ഷോർട്സ് വ്യൂ, 10 മില്യൺ അങ്ങനെ വാച്ച് അവർ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യം ഒന്നും അനങ്ങിയിട്ടില്ല, വെറുതെ ഒരു 0 പോലെ കിടക്കുന്നുണ്ട്. പിന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ലൈൻ പോലെയാണ് കൊടുത്തേക്കുന്നത്. ആ ലൈനിനകത്ത് പതിയെ നീല ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറച്ചായി അങ്ങനെ. അപ്പം ഓരോ ദിവസം വീഡിയോ ഇടുന്നതിനനുസരിച്ചാണ് ആ ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 2 മാസത്തിനകം തന്നെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. 4000 വാച്ച് അവറും 10 മില്യൺ ഷോർട്സ് വ്യൂ എനിക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ നോക്കും,
രാവിലെ എണീറ്റ് കണ്ണു തുറന്നാൽ പിന്നെ ഞാൻ നോക്കണ ഇൻസ്റ്റയോ വാട്സപ്പോ ഒന്നുമല്ല, എന്റെ YT സ്റ്റുഡിയോ ആണ്. YT സ്റ്റുഡിയോയിൽ നോക്കി ഏണിങ്സ്, അതായത് ഏണിന്റെ അവിടെ നമുക്ക് അപ്പൊ ഏണിങ്സ് ഒന്നും കാണിക്കില്ല. ആ വാച്ച് അവർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ടാക്സ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് കാണിക്കുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കുറച്ചുകൂടി അങ്ങനെ ഡെയിലി ഞാൻ നോക്കാൻ തുടങ്ങി, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. 3 മാസത്തിനാകുമ്പോൾ എന്റെ ചാനൽ മോണിറ്റൈസേഷനായി, ഇതെല്ലാം കംപ്ലീറ്റ് ആയി. മോണിറ്റൈസേഷൻ ആയപ്പോഴത്തേക്കും ടാക്സ് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര തൊല്ല പിടിച്ചൊരു സാധനമായിരുന്നു. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടെ. എന്റെ ഫ്രണ്ട്സിനൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച്, അമ്മൂസ് കൊച്ചുമോളെന്നുണ്ട് യൂട്യൂബിനകത്തൊരു എന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ വീടിനടുത്താണ്. അപ്പം അവളെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവളെ വിളിച്ച് അവൾ കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചാനൽ എങ്ങനെയാണ് ചേച്ചി, ഇങ്ങനെയാണ്. എനിക്ക് ചിലത് ഇങ്ങനെ ഇംഗ്ലീഷ് വായിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് ചെയ്യാനുള്ളത് ഏതാണ്. അപ്പൊ ഞാൻ അവൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അവൾ എനിക്ക് കറക്റ്റ് റൗണ്ട് ചെയ്ത് എല്ലാം പറഞ്ഞു തരും. അവളുടെ മാക്സിമം എനിക്ക് പറഞ്ഞത്. പിന്നെ അവളുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പുറത്ത് അന്വേഷിച്ച് അങ്ങനെയാണ് ടാക്സ് വെരിഫിക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ടാക്സ് വെരിഫിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഒരു പിൻ ലെറ്റർ വരും. അപ്പൊ അത് നമുക്ക് സാധാരണ ഒരു 4 ആഴ്ചയൊക്കെയാണ് പറയണത്. എനിക്കൊരു 2 ആഴ്ചയ്ക്കകം കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും, ആധാർ, പിന്നെ ബാങ്ക് അക്കൗണ്ട്, ആധാറിലെയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ അഡ്രസ് ഒക്കെ സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് പാൻ കാർഡ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ യൂട്യൂബിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയി പാൻ കാർഡ് ഒക്കെ എടുത്തത്, ആധാറിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുത്ത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എന്റെ കൈ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് പിൻ ലെറ്റർ വന്ന്. അധികം താമസിച്ചിരുന്നു, എനിക്ക് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പിൻ ലെറ്റർ വന്ന്. എന്റെ അമ്മമ്മയുടെ അഡ്രസ്സിലാണ് വന്നത്. അപ്പം അതെടുത്ത് നമ്മൾ ഒരു സീക്രട്ട് പിൻ എന്നാണ് പറയാൻ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. അപ്പം അത് നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മളിത് ഗൂഗിൾ ആഡ്സെൻസിനകത്ത് ആ നമ്പർ വെച്ചിട്ട് അയച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് മെയിൽ വരും. അതിനകത്തുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മെയിലിലാണ് വരാറ്, ആഡ്സെൻസിനകത്തുള്ളത്. അപ്പൊ മെയിൽ വന്ന് ചാനൽ മോണിറ്റൈസേഷനായി, ടാക്സ് വെരിഫിക്കേഷനെല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് എല്ലാ മാസവും നമ്മളുടെ YTക്കകത്ത്, അതായത് ഏണില് $100 ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. $100 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 8000 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. അപ്പം $100 പുറത്ത് എത്രയുണ്ടോ അതത്രയും നമുക്ക് കിട്ടും. അപ്പം എല്ലാ മാസവും $100 വേണം. അത് നമ്മൾ വീഡിയോ ഇടാതിരുന്ന $100 ഒന്നും ആവില്ല. ചാനൽ പതിയെ റീച്ച് കുറഞ്ഞു പോകും. അപ്പൊ ഫസ്റ്റ് എനിക്ക് $10, 20 കയറാൻ ഭയങ്കര പാടായിരുന്നു. 1-2 മാസമൊക്കെ എടുത്ത്. എനിക്ക് ഈ തൊണ്ടയുടെ പ്രശ്നം കാര്യങ്ങളും ഇടയ്ക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ പതിയെ $100 ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം എനിക്കൊരു $150 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം അതായത് എനിക്ക് ഡോളർ വരാൻ ഒരാഴ്ചയേ ഉള്ളു മാക്സിമം. ഒക്ടോബർ 26-ാം തീയതി ഒക്കെ വരുമെന്നുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ മെയിലിൽ വന്ന്. ആ സമയത്ത് എന്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടായി. എനിക്ക് അറ്റാക്ക് വന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പൈസ മേടിക്കാനല്ല, എനിക്ക് എന്റെ യൂട്യൂബിൽ ആദ്യം ഏണിങ്സ് കിട്ടുന്ന വീഡിയോ എല്ലാരെയും കാണിക്കാമല്ലോ, എല്ലാരും കാണുമല്ലോ. എന്നെ കുറ്റം പറഞ്ഞ് മുമ്പ് എന്നെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്റെ കുടുംബക്കാരെ എന്നെ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പും ചെയ്ത് നടക്കണം, ഒരു ഉപയോഗമില്ല, എന്തെങ്കിലും ഉപയോഗം ഉണ്ടാ ഈ 24 അത് മേക്കപ്പ് ചെയ്ത് ഈ വീഡിയോ ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ച് റിംഗ് ലൈറ്റും വെച്ച് കത്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല ഉപയോഗം ഉണ്ടാ? അതേ ഇങ്ങനെ സമയം പോണില്ലാതെ വെറുതെ വേറെ ജോലിയൊന്നും ഇല്ലേ, വല്ല ജോലിക്ക് പോയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. പലരും എന്റെ റിലേറ്റീവ് ആയിക്കൊണ്ടിട്ട് എന്നെ അറിയാവുന്നവർ വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ മുന്നില് മേക്കപ്പ് ചെയ്ത് നടന്ന് വീഡിയോ എടുത്ത് നടന്നപ്പോ എനിക്ക് കിട്ടിയില്ലേ, എനിക്കുള്ളൊരു ഏണിങ്സ് കിട്ടിയില്ലേ. അത് വെറുതെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല ഉപയോഗം ഉണ്ടെന്ന് ചോദിച്ചൊരു മുന്നിൽ കാണിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏണിങ്സ് എടുക്കുന്നത് എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പലരോടുള്ള വാശിയൊക്കെ ആയിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ എന്നെ താഴ്ത്തി കെട്ടിയതും ഒരുങ്ങി നടക്കുന്നതും ഡ്രസ്സ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും. വേറെ ജോലിയില്ല, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ല, പിള്ളേരെ നോക്കി മര്യാദയ്ക്ക് അടങ്ങി ഒന്നും ഇരിക്കാതെ കുറെ മേക്കപ്പ് ചെയ്ത് കുറെ ലിപ്സ്റ്റിക്ക് ഇട്ട് ഇത് ആരെ കാണിക്കാൻ എന്ന് പറഞ്ഞവരുടെ മുന്നില് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് ഇത്രയും മണിക്കൂർ വീഡിയോ എടുത്ത് ക്യാമറ ഓണാക്കി അത് എഡിറ്റ് ചെയ്ത് ഈ വീട്ടിലെ ജോലിക്കിടയിൽ അതെല്ലാം ചെയ്തിട്ട് എനിക്ക് അന്ന് 1 രൂപ ആയിക്കൊണ്ടിട്ട് 100 രൂപ ആവട്ടെ 1000 ആയാലും എനിക്കത് ലക്ഷങ്ങൾ വിലയുണ്ട് എനിക്ക്. കാരണം എന്നെ കളിയാക്കിയ കുറെ ആൾക്കാർക്ക് അന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പൊ ആ സമയത്ത് ഏണിങ്സ്, അതായത് ക്യാഷ് കയ്യിലെടുക്കാൻ സമയപ്പോഴത്തേക്കും എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി. വേറൊന്നുമല്ല, റീയൂസ്ഡ് കണ്ടന്റ് എന്നും പറഞ്ഞാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായത്. അതായത് നമ്മൾ ഇട്ട വീഡിയോ വീണ്ടും ഇടാൻ പാടില്ല, വീണ്ടും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടായി പോകാറുണ്ട്. പിന്നെ കോപ്പിറൈറ്റ് കിട്ടിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതും നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പക്ഷെ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് യൂട്യൂബിനകത്ത് അത്ര ആക്റ്റീവ് അല്ലായിരുന്ന സമയത്ത് ഈ ഇട്ട വീഡിയോനെ ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഒരു ചേട്ടനടുത്ത് യൂട്യൂബിലുള്ള ചേട്ടനടുത്ത് തന്നെ ചോദിച്ചപ്പോഴത്തേക്കും ആ വീഡിയോ ഡിലീറ്റ് ആക്കണ്ട, അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ യൂട്യൂബിനകത്ത് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്
എനിക്ക് അങ്ങനെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒരു അപ്പീൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട് ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം എല്ലാം എഴുതി വെച്ചിട്ടൊക്കെയാണ് എല്ലാം പറഞ്ഞത്. അപ്പൊ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച അല്ല 10-15 ദിവസം ആയപ്പോഴത്തേക്കും അപ്പീൽ വീഡിയോ അവര് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ചാനൽ വീണ്ടും എന്റെ കട്ടായ മോണിറ്റൈസേഷൻ എനിക്ക് വീണ്ടും തിരിച്ചു തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്ന്. അപ്പം ഇവിടെ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഞാൻ 1 രൂപ ആയാലും എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഫസ്റ്റ് ഏർണിങ്സ് കിട്ടി. അപ്പൊ എനിക്കത് എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയണം. ഞാൻ ആദ്യം അമ്മയെ വിളിച്ചു പറഞ്ഞ് ഭയങ്കര സന്തോഷം. പിന്നെ അതിലുപരി മോണിറ്റൈസേഷൻ കട്ടായ മോണിറ്റൈസേഷൻ വീണ്ടും തിരിച്ചു കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും ഏർണിങ്സ് കയറിയതും എത്ര കിട്ടി എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മള് പല യൂട്യൂബേഴ്സ് ഇങ്ങനെ നമുക്ക് എമൗണ്ട് ഇത്ര എന്നങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ യൂട്യൂബിന്റെ പോളിസീസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പലരോടും അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത്രയ്ക്കകം കിട്ടി ഇത്രയ്ക്കകം. അപ്പൊ എല്ലാവർക്കും അറിയണം എത്ര രൂപ കിട്ടി. കാണുന്നവരും വിളിക്കുന്നവരും സ്റ്റാറ്റസ് കാണുന്നവരും ഒക്കെ ഇത് എത്ര രൂപ കിട്ടി യൂട്യൂബിന്ന്. എനിക്ക് എന്റെ അടുത്ത് അങ്ങ് ചോദിക്കുമ്പോൾ പ്രശ്നമില്ല, ഞാൻ പറയാറുണ്ട് എനിക്ക് എത്ര കിട്ടിയത് ഞാൻ പറയാറുണ്ട് ഇത്ര രൂപയ്ക്ക്. പക്ഷെ ഞാൻ വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ എന്റെ ഈ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് പോലും എന്താണ് അസുഖം അല്ലെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാത്ത കുറെ ടീമുകൾ എത്ര കിട്ടി യൂട്യൂബിന്ന്, എത്ര രൂപയുണ്ട്, ഇതൊക്കെയാണ് അവർക്ക് അറിയാനുള്ളത്. നമുക്കൊരു വിഷമം വന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കാതെ പൈസ കിട്ടിയതാകുമ്പോഴത്തേക്ക് ഓടി എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ടീമുകളും എന്റെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പൊ അവരാരൊക്കെയാണ്, അവര് എങ്ങനെയാണ് അതൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞ് ഇപ്പൊ അവരെല്ലാം മാറ്റി നിർത്തി ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും വളവള സംസാരിക്കും, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, ഒന്നും ഹൈഡ് ചെയ്യൂല. എത്ര രൂപ കിട്ടിയെന്ന് എല്ലാം ഞാൻ പറയുമായിരുന്നു. പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ പഠിച്ച് കുറെ സ്ട്രഗിൾ ചെയ്ത് വന്ന രീതിയിൽ വെച്ചിട്ട് തന്നെ കുറെ പഠിച്ചപ്പോഴത്തേക്കും അതെല്ലാം പതിയെ അങ്ങ് നിർത്തി തുടങ്ങി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയില്. പിന്നെ എന്റെ അടുത്ത് ഇടയ്ക്ക് മേക്കപ്പ് വീഡിയോ ഒന്ന് പറഞ്ഞു തരുമോ, മേക്കപ്പിനകത്ത് ഏതൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ മെസ്സേജ് ആരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ആരുടെ പേരാണെന്നൊന്നും. അപ്പൊ എനിക്ക് അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി ഇതിനെക്കുറിച്ച് യൂട്യൂബിലെ മോണിറ്റൈസേഷനെ കുറിച്ചോ ഏർണിങ്സിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഏർണിങ്സ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഏർണിങ്സ് കിട്ടിയത്. അല്ലാതെ ഒരിക്കലും എനിക്ക് ഈ യൂട്യൂബിനകത്ത് കയറി വരാൻ പറ്റൂല. പെട്ടെന്നാണ് എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ കൂടിയത്. ഇപ്പൊ ഒരു 55,000 60K ആവാറായിട്ടുണ്ട്. എനിക്ക് 1,00,000 100K ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ബട്ടൺ കിട്ടുള്ളൂ. ബട്ടൺ കിട്ടുമ്പോൾ എനിക്ക് കേക്ക് മേടിക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ബട്ടണാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ബട്ടൺ കിട്ടുമ്പോഴത്തേക്കും ഫോട്ടോ, വീഡിയോ, സ്റ്റാറ്റസ്, സ്റ്റോറി ഫ്രെയിം ചെയ്ത് വെക്കണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹത്തിലിരിക്കുന്നത്. ബട്ടൺ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബട്ടണൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മളൊരു യൂട്യൂബർ ആയല്ലോ. അപ്പൊ അത് എനിക്കൊരു അഭിമാനം. ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് എല്ലാത്തിനും ഇടയ്ക്കും ആ ഒരു ബട്ടൺ മേടിക്കാൻ പറ്റില്ലെന്ന് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം, മടിച്ചിരിക്കണ, എന്തെങ്കിലും ഇടാൻ എന്തെങ്കിലും മടിയുണ്ട്, അങ്ങനെ കണ്ടന്റ് ആയിട്ടൊന്നും ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യം കമന്റ് ഇട്ടാൽ മതി. ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യം എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ആർക്കെങ്കിലും ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് യൂട്യൂബിനകത്ത് എളുപ്പമാണ്. നമുക്ക് യൂട്യൂബിൽ തന്നെ പോയി വീഡിയോ കണ്ടാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാറുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടാണ് എനിക്ക് ചെയ്തത്. എനിക്കിതൊന്നും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക ചാനൽ, പിന്നെ ഒരു YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിടുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ അടുത്ത് ഇടയ്ക്കത്തെ വീഡിയോസിനകത്തൊക്കെ എൻ്റെ ഈ നെയിൽ പോളിഷ് എങ്ങനെയാണ് ഇടുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. എന്തായാലും എനിക്ക് 1,00,000 സബ്സ്ക്രൈബ് ആവണത് വരെ ഇപ്പം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും അവസാനം വരെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അപ്പം ബൈ.